ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 3 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. സാധാരണ ഒരു അപ്ഡേറ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ആവാറുണ്ട്, നമുക്ക് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ആണോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അപ്ഡേറ്റുകളാണ് ഈ വന്നിട്ടുള്ള 3 അപ്ഡേറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ 3 അപ്ഡേറ്റ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് പ്ലെയർ ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതായത് ഇനി മുതൽ നമുക്ക് ഏൺ സെക്ഷനിൽ പുതിയൊരു ടൂള് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കാണിക്കുക, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനൊക്കെ കാണിക്കുമ്പോൾ അതിൽ അഡ്വർടൈസ്മെന്റ് വരില്ല. പകരം എന്ത് ചെയ്യും, യൂട്യൂബ് അവരിൽ നിന്നൊരു ഫീസ് ഈടാക്കും. നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെയാണല്ലോ വരുമാനം വരുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടാതാവുന്നത് കൊണ്ട് യൂട്യൂബ് അവരിൽ നിന്നൊരു ഫീസ് ഈടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ ആഡ്സ് കാണിച്ചില്ലെങ്കിലും യൂട്യൂബ് അവരിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ട് നമുക്ക് റവന്യൂ തരുന്നത് കൊണ്ട് നമ്മുടെ ഭാഗം സേഫ് ആണ്. നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിപ്പോൾ പണ്ട് കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വ്യാപകമായിട്ട് എല്ലാവരിലേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ ഏൺ എന്നുള്ള ഭാഗത്ത് പുതിയൊരു സെക്ഷനായിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കി ടിക്കറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് ഓണാക്കി കൊടുക്കാൻ കഴിയുന്നതാണ്. നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ അപ്ഡേറ്റ് കിഡിലൻ ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം, ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. എന്നാൽ ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു പുതിയ ടൂൾ എന്നാൽ ക്രിയേറ്റർ ആ ഒരു ഓപ്ഷൻ അങ്ങനെ ആർക്കും അത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നില്ല. എന്നാൽ ഇനി മുതൽ ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പ് വഴി മറ്റ് ബ്രാൻഡുകൾക്ക് നമ്മുടെ പെർഫോമൻസ് കാണാനും നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ കഴിയും. അപ്പൊ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ഒരു ഓപ്പൺ കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ വിവിധ ബ്രാൻഡുകൾ അവരുടെ ക്രൈറ്റീരിയ, അവരുടെ താരിഫൊക്കെ പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാൻ കൂടുതൽ ചാൻസ് അവിടെ നമുക്ക് അനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അവരോട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓപ്പൺ കോൾ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ റീച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് കമ്പനികളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കാനും പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ റവന്യൂ കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പ് വഴി നമുക്ക് ലഭിക്കുന്നത്. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. മൂന്നാമത്തെ അപ്ഡേറ്റും മോണിറ്റൈസേഷൻ സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ റവന്യൂ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏൺ എന്നുള്ള സെക്ഷനിലാണ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോഴും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വേറൊരു എമൗണ്ട് ആയിരിക്കും, ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ ഏൺ സെക്ഷനിൽ ഇനി മുതൽ കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. നമുക്ക് എത്ര റവന്യൂ വരും, അത് ഏത് സമയത്ത് വരും, എങ്ങനെയൊക്കെ ഓരോ മാസത്തതും എത്ര കിട്ടി, കൂടുതൽ മികച്ച രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് ആഡ്സെൻസിൽ കയറാതെ തന്നെ നമുക്ക് YT സ്റ്റുഡിയോ ഏൺ സെക്ഷൻ വഴി നമ്മുടെ റവന്യൂ അറിയാൻ കഴിയുന്ന രീതിയിലേക്ക് കൂടുതൽ വിപുലീകരിക്കുകയാണ് ഏൺ എന്നുള്ള സെക്ഷൻ. അപ്പോൾ ഈ ഒരു 3 അപ്ഡേറ്റും വളരെ നല്ല അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ തന്നെ ക്രിയേറ്റർ പാർട്ട്ണർഷിപ്പ്, നമുക്ക് അങ്ങോട്ട് പോയി സ്പോൺസർഷിപ്പിന് റിക്വസ്റ്റ് കൊടുക്കാം. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് സെലക്ട് ചെയ്യാമെന്നുള്ള ഓപ്പൺ കോൾ എന്നുള്ളത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.